വെൽക്കംസ് ടു ശ്യാംസ് വ്ലോഗ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ്. അതായത് 7 പ്രശ്നവാചക ശബ്ദങ്ങളെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. അതായത് സപ്തകകാരാഹ അഥവാ പ്രശ്നവാചക ശബ്ദാഹ, ഇൻട്രോഗേറ്റീവ് വേർഡ്സ്. സപ്തകകാരാഹ എന്ന് പറഞ്ഞാൽ 7 കകാരം, അതായത് ക എന്ന അക്ഷരത്തോട് കൂടിയ 7 ചോദ്യം ചോദിക്കുവാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് സപ്തകകാരാഹ അല്ലെങ്കിൽ പ്രശ്നവാചക ശബ്ദാഹ എന്ന് പറയുന്നത്. അതിനെ ഇംഗ്ലീഷിൽ ഇൻട്രോഗേറ്റീവ് വേർഡ്സ് എന്ന് പറയും. അപ്പം നമുക്ക് ആ ഓരോ ശബ്ദങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. കിം കുത്ര കതി കുതഃ കഥാ കഥം കിമർത്ഥം. ഒന്നും കൂടി പറയാം. കിം കുത്ര കതി കുതഃ കഥാ കഥം കിമർത്ഥം. നമുക്കിതിനെ പദ്യം ചൊല്ലുന്ന രീതിയിൽ ഒന്ന് ചൊല്ലി നോക്കാം. കിം കുത്ര കതി കുതഃ കഥാ കഥം കിമർത്ഥം. ഇനി നമുക്കതിൻ്റെ ഓരോ ശബ്ദങ്ങളെയും ഉദാഹരണ സഹിതം നമുക്ക് പഠിക്കാം കേട്ടോ. ആദ്യത്തെ ശബ്ദമാണ് കിം എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ വാട്ട് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ എന്ത് എന്ന് ചോദിക്കും. അപ്പോൾ കിം. ഇനി അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് കിടക്കാം. വയം അദ്യ കിം പഠാമഹ. വാട്ട് ക്യാൻ വി ലേൺ ടുഡേ? വയം അദ്യ സംസ്കൃതം പഠാമഹ. ലെറ്റ് us study Sanskrit today. വയം അദ്യ കിം പഠാമഹ. നമുക്കിന്ന് എന്ത് പഠിക്കാം? വയം അദ്യ സംസ്കൃതം പഠാമഹ. ലെറ്റ് us study. നമുക്കിന്ന് സംസ്കൃതം പഠിക്കാം. നമുക്കിന്ന് സംസ്കൃതം പഠിക്കാം. നമുക്ക് അടുത്ത ഉദാഹരണത്തിലോട്ട് പോകാം. ഏതത് കിം അസ്തി. വാട്ട് ഈസ് ദിസ്? ഏതത് ആമ്രഫലം അസ്തി. ദിസ് ഈസ് മാംഗോ. ഏതത് കിമസ്തി. ഇതെന്താണ്? ഏതത് ആമ്രഫലം അസ്തി. ഇത് മാമ്പഴമാണ്. മാതാ കിം പചതി. വാട്ട് മം ഈസ് കുക്കിംഗ്. മാതാ അന്നം പചതി. മദർ കുക്സ് ദ ഫുഡ്. മാതാ കിം പചതി. അമ്മ എന്താണ് പാചകം ചെയ്യുന്നത്, പാകം ചെയ്യുന്നത്? മാതാ അന്നം പചതി. അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നു. ബാലകഃ കിം പശ്യതി. വാട്ട് ദ ചൈൽഡ് സീസ്. ബാലകഃ ഷഡ്പദം പശ്യതി. ദ ചൈൽഡ് സീസ് ദ ബട്ടർഫ്ലൈ. ബാലകഃ കിം പശ്യതി. കുട്ടി എന്താണ് കാണുന്നത്? ബാലകഃ ഷഡ്പദം പശ്യതി. കുട്ടി ചിത്രശലഭത്തെയാണ് കാണുന്നത്. ബാലഃ കിം പഠതി. വാട്ട് ദ ചൈൽഡ് ഈസ് ലേണിംഗ്. ബാലഃ പുസ്തകം പഠതി. ദ ചൈൽഡ് ഈസ് സ്റ്റഡിയിങ് ദ ബുക്ക്. ബാലഃ കിം പഠതി. കുട്ടി എന്താണ് പഠിക്കുന്നത്? ബാലഃ പുസ്തകം പഠതി. കുട്ടി പുസ്തകം പഠിക്കുന്നു. ബാലഃ കിം ക്ഷിപതി. വാട്ട് ദ ചൈൽഡ് ത്രോസ്. ബാലഃ കന്തുകം ക്ഷിപതി. ദ ചൈൽഡ് ത്രോസ് ദ ബോൾ. ബാലഃ കിം ക്ഷിപതി. കുട്ടി എന്താണ് എറിയുന്നത്? ബാലഃ കന്തുകം ക്ഷിപതി. കുട്ടി പന്ത് എറിയുന്നു. ഇനി അടുത്ത ശബ്ദമാണ് കുത്ര, അതായത് എവിടെ. ഇംഗ്ലീഷിൽ അതിനെ വെയർ എന്ന് പറയും. ഇനി നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിട്ട് കിടക്കാം. ശബ്ദം ഏതാണ്? കുത്ര, വെയർ. വയം കുത്ര സംസ്കൃതം പഠാമഹ.
Where do we study Sanskrit? Vayam Vidyalaye Samskritam Padhamaha. We study Sanskrit in school. Vayam Kutra Samskritam Padhamaha. നമ്മൾ എവിടെയാണ് സംസ്കൃതം പഠിക്കുന്നത്? വയം വിദ്യാലയെ സംസ്കൃതം പഠാമഹ. നമ്മൾ വിദ്യാലയത്തിലാണ് സംസ്കൃതം പഠിക്കുന്നത്. രാവണഃ കുത്ര വസതി സ്മ? വേർ ഡിഡ് രാവണ ലിവ്? രാവണഃ ലങ്കായാം വസതി സ്മ. രാവണ lived in ലങ്ക. രാവണഃ കുത്ര വസതി സ്മ? രാവണൻ എവിടെയാണ് ജീവിച്ചിരുന്നത്? രാവണഃ ലങ്കായാം വസതി സ്മ. രാവണൻ ലങ്കയിലാണ് ജീവിച്ചിരുന്നത്. ബാലകഃ കുത്ര ഗച്ഛതി? Where the boy is going. ബാലകഃ വിദ്യാലയം ഗച്ഛതി. The boy goes to school. ബാലകഃ കുത്ര ഗച്ഛതി? കുട്ടി എവിടെയാണ് പോകുന്നത്? ബാലകഃ വിദ്യാലയം ഗച്ഛതി. കുട്ടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. ഫലം കുത്ര അസ്തി? Where is the fruit? ഫലം വൃക്ഷേ അസ്തി. Fruit is on the tree. ഫലം കുത്ര അസ്തി? ഫലം എവിടെയാണുള്ളത്? ഫലം വൃക്ഷേ അസ്തി. ഫലം വൃക്ഷത്തിലാണ് ഉള്ളത്. മീനഃ കുത്ര വസതി? Where the fish live. മീനഃ ജലേ വസതി. The fish live in the water. മീനഃ കുത്ര വസതി? മത്സ്യം എവിടെയാണ് ജീവിക്കുന്നത്? മീനഃ ജലേ വസതി. മത്സ്യം ജലത്തിലാണ് വസിക്കുന്നത്. വ്യാഘ്രഃ കുത്ര വസതി? Where does the tiger live? വ്യാഘ്രഃ വനേ വസതി. The tiger lives in the forest. വ്യാഘ്രഃ കുത്ര വസതി? കടുവ എവിടെയാണ് ജീവിക്കുന്നത്? വ്യാഘ്രഃ വനേ വസതി. കടുവ വനത്തിലാണ് ജീവിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശബ്ദത്തിലേക്ക് കിടക്കാം. അതാണ് കതി. ഹൗ മെനി. എത്ര, എത്രമാത്രം, എത്ര തരത്തിൽ എന്നൊക്കെ അർത്ഥത്തെ ഇത് സൂചിപ്പിക്കുന്നു. അതായത് ഒന്നും കൂടി പറയാം, കതി ഇംഗ്ലീഷിൽ ഹൗ മെനി എന്ന് പറയും. ഇനി നമുക്ക് അതിന്റെ ഉദാഹരണത്തിലേക്ക് കിടക്കാം. വയം കതിവാരം സംസ്കൃതം പഠാമഹ. ഹൗ ഓഫൺ ഡു വി ലേൺ സാൻസ്ക്രിറ്റ്? വയം ബഹുവാരം സംസ്കൃതം പഠാമഹ. വി സ്റ്റഡി സാൻസ്ക്രിറ്റ് മെനി ടൈംസ്. വയം കതിവാരം സംസ്കൃതം പഠാമഹ. നമ്മൾ എത്ര തവണ സംസ്കൃതം പഠിക്കും? വയം ബഹുവാരം സംസ്കൃതം പഠാമഹ. ഞങ്ങൾ വളരെ പ്രാവശ്യം സംസ്കൃതം പഠിക്കും. അനേകം തവണ ഞങ്ങൾ സംസ്കൃതം പഠിക്കും. കതി ദീപാഹ സന്തി? ഹൗ മെനി ലാംപ്സ് ആർ ദേർ? പഞ്ചദീപാഹ സന്തി. 5 lamps are there. കതി ദീപാഹ സന്തി? എത്ര ദീപങ്ങളാണുള്ളത്? പഞ്ചദീപാഹ സന്തി. 5 ദീപങ്ങളാണ് ഉള്ളത്. കതി ശിശവഃ ക്രീഡന്തി? ഹൗ മെനി ചിൽഡ്രൻ ആർ പ്ലേയിങ്? ചത്വാരഃ ശിശവഃ ക്രീഡന്തി. 4 children are playing. എത്ര ശിശുക്കളാണ് കളിക്കുന്നത്? കതി ശിശവഃ ക്രീഡന്തി? എത്ര ശിശുക്കളാണ് കളിക്കുന്നത്? ചത്വാരഃ ശിശവഃ ക്രീഡന്തി. 4 ശിശുക്കളാണ് കളിക്കുന്നത്. കതി ബാലികാഃ നൃത്യന്തി? ഹൗ മെനി ഗേൾസ് ആർ ഡാൻസിങ്? തിസ്രഃ ബാലികാഃ നൃത്യന്തി. 3 girls are dancing. കതി ബാലികാഃ നൃത്യന്തി? എത്ര പെൺകുട്ടികളാണ് നൃത്തം ചെയ്യുന്നത്? തിസ്രഃ ബാലികാഃ നൃത്യന്തി. 3 പെൺകുട്ടികളാണ് നൃത്തം ചെയ്യുന്നത്.
Kati pushpani sandhi. How many flowers are there? Bahuni pushpani sandhi. Many flowers are there. Kati pushpani sandhi. എത്ര പൂക്കളാണ് അവിടെ ഉള്ളത്? എത്ര പുഷ്പങ്ങളാണ് അവിടെ ഉള്ളത്? ബഹൂനി പുഷ്പാണി സന്തി. അനേകം പുഷ്പങ്ങൾ അവിടെ ഉണ്ട്. അനേകം പൂക്കൾ അവിടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ശബ്ദത്തിലേക്ക് കടക്കാം. അതായത് കുതഹ, ഫ്രം വെയർ, എവിടെ നിന്ന് എന്ന് സാമാന്യേന പറയും. അപ്പൊ ആ ശബ്ദമാണ് കുതഹ, ഫ്രം വെയർ. ഇനി നമുക്കതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. വയം കുതഹ സംസ്കൃതം പഠാമഹ. വേർ ഡു വി ലേൺ സാൻസ്ക്രിറ്റ് ഫ്രം? വയം വിദ്യാലയാത് സംസ്കൃതം പഠാമഹ. We learn Sanskrit from school. വയം കുതഹ സംസ്കൃതം പഠാമഹ. നമ്മൾ എവിടെ നിന്നാണ് സംസ്കൃതം പഠിക്കുന്നത്? വയം വിദ്യാലയാത് സംസ്കൃതം പഠാമഹ. നമ്മൾ വിദ്യാലയത്തിൽ നിന്നാണ് സംസ്കൃതം പഠിക്കുന്നത്. ഫലം കുതഹ പതതി. Where the fruit falls from? ഫലം വൃക്ഷാത് പതതി. The fruit falls from the tree. ഫലം കുതഹ പതതി. എവിടെ നിന്നാണ് പഴം വീണത്? എവിടെ നിന്നാണ് മാമ്പഴം വീണത്? ഫലം വൃക്ഷാത് പതതി. ഫലം, പഴം വൃക്ഷത്തിൽ നിന്നാണ് വീഴുന്നത്. ബാലകഃ കുതഹ പതതി. Where does the boy fall from? ബാലകഃ അശ്വാത് പതതി. The boy falls off the horse. ബാലകഃ കുതഹ പതതി. എവിടെ നിന്നാണ് കുട്ടി വീണത്? കുട്ടി എവിടെ നിന്നാണ് വീണത്? ബാലകഃ അശ്വാത് പതതി. കുട്ടി കുതിരപ്പുറത്ത് നിന്നാണ് വീണത്. വയം കുതഹ വിദ്യാലയം ഗച്ഛാമഹ. Where do we go to school? വയം ഗൃഹാത് വിദ്യാലയം ഗച്ഛാമഹ. We went to school from home. വയം കുതഹ വിദ്യാലയം ഗച്ഛാമഹ. നമ്മൾ എവിടെ നിന്നാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നത്? വയം ഗൃഹാത് വിദ്യാലയം ഗച്ഛാമഹ. നമ്മൾ വീട്ടിൽ നിന്നാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നത്. പുരുഷഃ കുതഹ പതതി. പുരുഷഃ കുതഹ പതതി. Where does the man fall from? പുരുഷഃ സോപാനാത് പതതി. The man falls from the stairs. പുരുഷഃ കുതഹ പതതി. പുരുഷൻ എവിടെ നിന്നാണ് വീണത്? പുരുഷഃ സോപാനാത് പതതി. പുരുഷൻ സോപാനത്തിൽ നിന്നുമാണ് വീണത്. നദി, നദി കുതഹ പ്രഭവതി. Where does the river originates from? നദി പർവതാത് പ്രഭവതി. The river originates from the mountain. നദി കുതഹ പ്രഭവതി. എവിടെ നിന്നാണ് നദി ഉദ്ഭവിക്കുന്നത്? നദി പർവതാത് പ്രഭവതി. നദി പർവ്വതത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഇനി അടുത്ത ശബ്ദമാണ് കഥ, വെൻ, എപ്പോൾ എന്നിങ്ങനെ നമ്മൾ സാധാരണ പ്രയോഗിക്കും. ശബ്ദം ഇതാണ് കഥ. ഇംഗ്ലീഷിൽ അതിനെ വെൻ എന്ന് പറയും. ഇനി നമുക്കതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഭവന്തഃ കഥാ സംസ്കൃതം പഠന്തി. വെൻ ഡു യു study Sanskrit? വയം സർവദാ സംസ്കൃതം പഠാമഹ. We always study Sanskrit. ഭവന്തഃ കഥാ സംസ്കൃതം പഠന്തി. നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ
എപ്പോഴാണ് സംസ്കൃതം പഠിക്കുന്നത്? വയം സർവദാ സംസ്കൃതം പഠാമഹ. ഞങ്ങൾ എല്ലായ്പ്പോഴും സംസ്കൃതം പഠിക്കുന്നു. സീത ത്വം കഥാ ഉത്തിഷ്ഠസി? സീത, when do you get up? അഹം പ്രാതഃ പഞ്ചവാദനെ ഉത്തിഷ്ഠാമി. I get up early at 5 in the morning. സീത ത്വം കഥാ ഉത്തിഷ്ഠസി? സീതേ, നീ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അഹം പ്രാതഃ പഞ്ചവാദനെ ഉത്തിഷ്ഠാമി. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ ഇതാ ചിത്രത്തിൽ നമ്മൾ ആ ക്ലോക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, അതിൽ കൃത്യം 5 മണി കൊടുത്തിട്ടുണ്ട്. അതപ്പം മനസ്സിലാക്കണം, പഞ്ചവാദനം എന്ന് പറഞ്ഞാൽ 5 മണിയാണ്. കൃഷ്ണ ത്വം കഥാ പഠസി? കൃഷ്ണ, when are you studying? അഹം 8 വാദനെ പഠാമി. I study at 8 AM. കൃഷ്ണ ത്വം കഥാ പഠസി? കൃഷ്ണ, നീ എപ്പോഴാണ് പഠിക്കുന്നത്? അഹം 8 വാദനെ പഠാമി. ഞാൻ 8 മണിക്ക് പഠിക്കും. മഹിള കഥാ പചതി when the woman is cooking? മഹിള സായം പചതി. The woman cooks in the evening. മഹിള കഥാ പചതി. സ്ത്രീ എപ്പോഴാണ് പാകം ചെയ്യുന്നത്? മഹിള സായം പചതി. സ്ത്രീ വൈകിട്ട് സായംകാലങ്ങളിൽ വൈകിട്ടാണ് പാകം ചെയ്യുന്നത്. അടുത്ത ശബ്ദമാണ് കഥം. ഹൗ, ഇൻ വാട്ട് വേ. ഇത് എങ്ങനെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഏത് തരത്തിൽ, എത്രത്തോളം ഭംഗിയായി അല്ലെങ്കിൽ സുഖമാണ് എന്ന് ചോദിക്കുന്നത് ഇത് സംസ്കൃതത്തിൽ കഥമസ്തി, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ ഇതിന് കഥം എന്ന ഇത് ഹൗ, ഇൻ വാട്ട് വേ, എങ്ങനെ, ഏത് തരത്തിൽ എന്നൊക്കെ ചോദിക്കും. ഇനി നമുക്കതിൻ്റെ ഉദാഹരണത്തിലേക്ക് കിടക്കാം. ഭവാൻ കഥം സംസ്കൃതം പഠതി? ഹൗ ഡു യു ലേൺ സാൻസ്ക്രിറ്റ്? അഹം സമ്യക് സംസ്കൃതം പഠാമി. ഐ സ്റ്റഡി സാൻസ്ക്രിറ്റ് വെരി വെൽ. ഭവാൻ കഥം സംസ്കൃതം പഠതി? നീ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് സംസ്കൃതം പഠിക്കുന്നത്? അഹം സമ്യക് സംസ്കൃതം പഠാമി. ഞാൻ വളരെ നന്നായിട്ട് സംസ്കൃതം പഠിക്കുന്നു. മാർജാരഃ കഥം ധാവതി? ഹൗ ദ ക്യാറ്റ് റൺസ്? മാർജാരഃ ശീഘ്രം ധാവതി. ദ ക്യാറ്റ് ഈസ് റണ്ണിങ് ഫാസ്റ്റ്. മാർജാരഃ കഥം ധാവതി? പൂച്ച എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര വേഗത്തിലാണ് ഓടുന്നത്? മാർജാരഃ ശീഘ്രം ധാവതി. പൂച്ച വളരെ വേഗത്തിൽ ഓടുന്നു. വേഗത്തിൽ പൂച്ച ഓടുന്നു. യേശുദാസഃ കഥം ഗായതി? ഹൗ യേശുദാസ് സിംഗ്സ്? യേശുദാസഃ മധുരം ഗായതി. യേശുദാസ് സിംഗ്സ് സ്വീറ്റ്ലി. യേശുദാസഃ കഥം ഗായതി? യേശുദാസ് എന്ന ഗായകൻ ഏതു തരത്തിൽ ആണ്, എങ്ങനെയാണ് പാടുന്നത്? യേശുദാസഃ മധുരം ഗായതി. യേശുദാസ് വളരെ മധുരതരമായാണ് പാടുന്നത്. അധ്യാപിക കഥം പാഠയതി? ഹൗ ദ ടീച്ചർ ടീച്ചേഴ്സ്? അധ്യാപിക ഉച്ചൈഃ പാഠയതി. ദ ടീച്ചർ ടീച്ചേഴ്സ് aloud. അധ്യാപിക കഥം പാഠയതി? അധ്യാപിക ഏത് തരത്തിലാണ്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അധ്യാപിക ഉച്ചൈഃ പാഠയതി. അധ്യാപിക വളരെ ഉച്ചത്തിലാണ്, ഉയർന്ന ശബ്ദത്തിലാണ് പഠിപ്പിക്കുന്നത്. വൃദ്ധഃ കഥം ഗച്ഛതി? How the old man is walking?
വൃദ്ധഃ ശനൈഃ ഗച്ഛതി. വൃദ്ധഃ കഥം ഗച്ഛതി? വൃദ്ധൻ എങ്ങനെയാണ് പോകുന്നത്? വൃദ്ധഃ ശനൈഃ ഗച്ഛതി. വൃദ്ധൻ വളരെ പതുക്കെയാണ്, മന്ദം മന്ദമാണ് പോകുന്നത്. ഇനി അടുത്ത ശബ്ദമാണ്, നമ്മുടെ ഈ കകാരത്തിലെ അടുത്ത ശബ്ദമാണ് കിമർത്ഥം. വൈ, എങ്ങനെ, എന്തിനു വേണ്ടി, എന്തുകൊണ്ട് എന്നൊക്കെ സാമാന്യേന അർത്ഥങ്ങളെ ബോധിപ്പിക്കുന്നതാണ്. അപ്പൊ ആ പദം ഇതാണ്, കിമർത്ഥം. വൈ. ഇനി നമുക്കതിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. വയം കിമർത്ഥം സംസ്കൃതം പഠാമഹ. വൈ വി സ്റ്റഡി സാൻസ്ക്രിറ്റ്. വയം ജ്ഞാനാർത്ഥം സംസ്കൃതം പഠാമഹ. വി സ്റ്റഡി സാൻസ്ക്രിറ്റ് ഫോർ നോളജ്. വയം കിമർത്ഥം സംസ്കൃതം പഠാമഹ. നമ്മൾ എന്തിനു വേണ്ടിയാണ് സംസ്കൃതം പഠിക്കുന്നത്? വയം ജ്ഞാനാർത്ഥം സംസ്കൃതം പഠാമഹ. നമ്മൾ അറിവിന് വേണ്ടിയാണ് സംസ്കൃതം പഠിക്കുന്നത്. ബാലകഃ കിമർത്ഥം വിദ്യാലയം ഗച്ഛതി. വൈ ഡസ് ദ ബോയ് ഗോ ടു സ്കൂൾ? ബാലകഃ പഠനാർത്ഥം വിദ്യാലയം ഗച്ഛതി. ദ ബോയ് ഗോസ് ടു സ്കൂൾ ടു സ്റ്റഡി. ബാലകഃ കിമർത്ഥം വിദ്യാലയം ഗച്ഛതി. കുട്ടി എന്തിനു വേണ്ടിയാണ്, ബാലകൻ എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നത്? ബാലകഃ പഠനാർത്ഥം വിദ്യാലയം ഗച്ഛതി. ബാലകൻ പഠിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നത്. സഹ കിമർത്ഥം യോഗാഭ്യാസം കരോതി. വൈ ഹി ഡസ് യോഗ. സഹ ആരോഗ്യാർത്ഥം യോഗാഭ്യാസം കരോതി. ഹി ഡസ് യോഗ ഫോർ ഹെൽത്ത്. സഹ കിമർത്ഥം യോഗാഭ്യാസം കരോതി. അവൻ എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ്, എന്തിനാണ് യോഗ ചെയ്യുന്നത്? സഹ ആരോഗ്യാർത്ഥം യോഗാഭ്യാസം കരോതി. അവൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, ഹെൽത്തിന് വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്. ശിശുഃ കിമർത്ഥം ക്രന്ദതി. വൈ ദ ബേബി ഈസ് ക്രൈയിങ്. ശിശുഃ ക്ഷീരാർത്ഥം ക്രന്ദതി. ദ ബേബി ക്രൈസ് ഫോർ മിൽക്ക്. ശിശുഃ കിമർത്ഥം ക്രന്ദതി. ശിശു എന്തിനു വേണ്ടിയാണ്, എന്തിനാണ് ശിശു കരയുന്നത്? ശിശുഃ ക്ഷീരാർത്ഥം ക്രന്ദതി. ശിശു പാലിന് വേണ്ടിയാണ്, പാല് കുടിക്കുന്നതിന് വേണ്ടിയാണ് കരയുന്നത്. മഹിളാഃ കിമർത്ഥം ദൂരം ഗച്ഛന്തി. വൈ വുമൺ ഗോ ടു ദ ഡിസ്റ്റൻസ്. മഹിളാഃ ജലാർത്ഥം ദൂരം ഗച്ഛന്തി. ദ വുമൺ ഗോ ടു ദ ഡിസ്റ്റൻസ് ഫോർ വാട്ടർ. മഹിളാഃ കിമർത്ഥം ദൂരം ഗച്ഛന്തി. സ്ത്രീകൾ എന്തിനാണ്, എന്തിനു വേണ്ടിയാണ് ഇത്രയും ദൂരം പോകുന്നത്? മഹിളാഃ ജലാർത്ഥം ദൂരം ഗച്ഛന്തി. സ്ത്രീകൾ ജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ജലത്തിന് വേണ്ടിയാണ് ഇത്രയും ദൂരം പോകുന്നത്. ഭക്തഃ കിമർത്ഥം ഈശ്വരം ഭജതി. വൈ ഡിവോട്ടീസ് വർഷിപ്പ് ദ ഗോഡ്. ഭക്തഃ മോക്ഷാർത്ഥം ഈശ്വരം ഭജതി. ഡിവോട്ടീസ് വർഷിപ്പ് ഗോഡ് ഫോർ സാൽവേഷൻ. ഭക്തഃ കിമർത്ഥം ഈശ്വരം ഭജതി. ഭക്തൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈശ്വരനെ ഭജിക്കുന്നത്? ഭക്തഃ മോക്ഷാർത്ഥം ഈശ്വരം ഭജതി. ഭക്തൻ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വരനെ ഭജിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന വിഷയം. അതായത് കിം, കുത്ര, കതി, കുതഃ, കഥാ, കഥം, കിമർത്ഥം. ഈ 7 കകാരങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും നമ്മൾ അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ നമുക്ക് ആ ചോദ്യം ചോദിക്കുന്നതിനുള്ള ആ 7 കകാരങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുവാനും
നിത്യജീവിതത്തിൽ നമുക്ക് സംസ്കൃതം പ്രയോഗിക്കുവാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.